ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഒരു A4 എടുത്തിട്ട് ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊരു പേപ്പർ പീസ് എടുത്തിട്ട് നമ്മൾ ഒരു പർപ്പിൾ ഇങ്ക് പെന്ന് വെച്ചിട്ടൊന്ന് ബോർഡർ ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പർപ്പിൾ സ്കെച്ച് വെച്ചിട്ടൊന്ന് ഞാൻ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ സ്കെച്ച് വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി, പെന്ന് അയച്ച് വരച്ചു കൊടുത്തിട്ട് ഒരു രസം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ സ്കെച്ച് വെച്ച് വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് ലൈൻസും ഒക്കെ വരയ്ക്കണം. കാരണം നമുക്ക് അതിൽ നെയിം, സ്കൂള്, സബ്ജക്റ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാണ്ട്. അതൊക്കെ ഇതേമാതിരി ഒന്ന് എഴുതി കൊടുത്തതിന് ശേഷം നമ്മളത് ബുക്കൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞതിൻ്റെ മുകളിൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് പേരും അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം തന്നെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക, പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യണില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ പർപ്പിൾ തീമിലായതുകൊണ്ട് തന്നെ പർപ്പിൾ സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇഷ്ടംപോലെ ഒട്ടിച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ പെൻസിൽ മേക്ക് ഓവറാണ്. ഈ ഒരു ബ്ലാക്ക് പെൻസിലാണ് ഞാൻ മേക്ക് ഓവർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് രണ്ടാക്കി മടക്കിയിട്ട് അതിൽ ഇഷ്ടപ്പെട്ട ഒരു പിക്ചറൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു ഹലോ കിറ്റിൻ്റെ പിക്ചറാട്ടോ വരക്കണേ. എന്നിട്ട് അതൊന്ന് പെന്ന് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഈ പെന്ന് വെച്ച് ചെയ്തെങ്കിലും പിന്നെ ഞാൻ സ്കെച്ച് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. കിറ്റിന് വല്ലാതെ കളറില്ല, ഒരു ബോനും പിന്നെ ചുണ്ടിൻ്റെ അവിടെ നിന്ന് ഒരു യെല്ലോ കളറും ഒരു റെഡ് കളറും ഇത് മാത്രം കൊടുത്താൽ മതി. നമ്മളിപ്പോൾ വരച്ചെടുത്തതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ വൈറ്റ് സ്പേസ് വേണ്ട, ഞാൻ സ്റ്റിക്കർ മാതിരിയല്ല കട്ട് ചെയ്തിരിക്കണേ. എന്നിട്ട് ഞാൻ ആ ഒരു പെൻസിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്, കറക്റ്റാട്ടോ. എന്നിട്ട് ഞാൻ ആ വെച്ച് നോക്കി അപ്പോൾ തന്നെ ഞാൻ ഒരു സെലോ ടൈപ്പൊക്കെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവർ വെച്ചിട്ട് ഇതേമാതിരി ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഒരു ക്യൂട്ട് പേപ്പർ ക്ലിപ്സ് ഉണ്ടാക്കുക. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഇതേമാതിരിക്കത്തെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു കവായി സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ 4 മടക്കണം. എന്നിട്ട് അത് നല്ല കട്ട് കിട്ടാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടത് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ആദ്യം ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം അമർത്തി കൊടുക്കുക. സ്കെയിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്തും പാടെ പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതേമാതിരി വൈറ്റ് സ്പേസ് കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടൊരു വൈറ്റ് പേപ്പർ ക്ലിപ്പ് എടുക്കുക. ഇങ്ങനെയല്ല കേട്ടോ ഒട്ടിക്കേണ്ടത്, ഞാൻ സെലോ ടൈപ്പ് വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കണത്. സെലോ ടൈപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടുള്ള കവായി പേപ്പർ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ബുക്കിൽ ഇതേമാതിരി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ആ ഒരു ഗോൾഡൻ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. ബുക്ക് മാർക്കിന് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള അതേമാതിരിക്കത്തെ ഒരു കവായി സ്റ്റിക്കറും അതേമാതിരി തന്നെ ഒരു പ്രോസസ്സിൽ നല്ല കട്ടിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേമാതിരിയിട്ട് കുറച്ച് ബീഡ്സും ഒക്കെ ഒട്ടിച്ച് കൊടുക്കണം. ബീഡ്സിൻ്റെ പകരം ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് പെയിൻ്റ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ ബീഡ്സ് ആട്ടോ ഒട്ടിക്കണേ. എന്നിട്ട് സെലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബുക്കിലെടുത്ത് വെക്കുകയാണ്. ബുക്കിലൊന്ന് വെച്ച് നോക്കുകയാണ്, ബുക്കിൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാൻ. നല്ല അടിപൊളി ബുക്ക് മാർക്കാണ്. ഇനി നമുക്ക് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഒരു കുപ്പിൻ്റെ മൂടി എടുക്കണം. എന്നിട്ട് കാർഡ്ബോർഡ് എടുത്തിട്ട് അതിലൊരു ഹാർട്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതേമാതിരി ഒന്ന് പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഇത്രയുള്ള നമ്മുടെ സ്റ്റാമ്പ്. നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പ് വരച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് വർക്കാവുന്നുണ്ടോ നോക്കുകയാണ്. വർക്കൊക്കെ ആവണുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. നമ്മുടെ സ്കൂൾ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.